നമസ്കാരം. ഇന്ന് നമ്മൾ ഭദ്രകാളി സങ്കല്പത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും അതോടൊപ്പം താന്ത്രിക പാരമ്പര്യത്തിലും കാളിയുപാസന വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ എല്ലാ ജാതിയിൽപ്പെട്ടവരും കാളിയുപാസന ചെയ്തിരുന്നു എന്നുള്ളതിന് പ്രത്യക്ഷ തെളിവുകൾ ധാരാളമുണ്ട്. കാളീക്ഷേത്രങ്ങൾ ഇല്ലാത്ത ഒരു ഗ്രാമം പോലും കേരളത്തിലുണ്ടാവുമോ എന്ന് സംശയം. ഭദ്രം സുരക്ഷിതത്തെ നൽകുന്നവളാണ് കാളി. പൊതുവിൽ നമ്മൾ മലയാളികൾക്ക് ഭദ്രകാളി എന്ന് കേൾക്കുമ്പോൾ ദാരിക ജിത്തായ ഭദ്രകാളിയെയാണ് ഓർമ്മ വരുന്നത്. ദാരികനെ വധിച്ച ഭദ്രകാളി. എന്നാൽ അത് മാത്രമല്ല കേരളത്തിലെ ഭദ്രകാളി സങ്കല്പം. ദക്ഷയാഗം, അതായത് സതീദേവി യോഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്യുമ്പോൾ ആ ദക്ഷയാഗം മുടക്കാനായിട്ട് വന്ന വീരഭദ്ര സഹോദരിയായിട്ടുള്ള ഭദ്രകാളി ശിവപുരാണത്തിലുമൊക്കെ പറയുന്ന കഥ. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ദാരികജിത്ത്, ദാരികനെ വധിച്ച ഭദ്രകാളി. രണ്ടാമത്തേത് ദക്ഷജിത്ത്, ദക്ഷനെ വധിച്ച ഭദ്രകാളി. മൂന്നാമത്തേത് മധുകൈടവന്മാരെ വധിക്കാനായിട്ട് വിഷ്ണു ഭഗവാൻ വന്നപ്പോൾ വിഷ്ണു ഭഗവാനെ സഹായിച്ച ഭദ്രകാളി. ദേവി മഹാത്മ്യത്തിൽ ആദ്യം പറയുന്ന കഥ ഇതാണ്. നാലാമത്തേത് ബംഗാളി ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ആചരിക്കുന്ന ദശമഹാവിദ്യകളിൽ ഒന്നാമത്തെ ദക്ഷിണ കാളിക എന്ന ഭഗവതിയുടെ അവാന്തരമായിട്ടുള്ള ഭദ്രകാളി. അഞ്ചാമത്തേത് 3 കൽപ്പങ്ങളിലായി 3 മഹിഷാസുരന്മാരുണ്ടായി എന്നും ഒന്നാമത്തെ കൽപ്പത്തിൽ ഉഗ്രചണ്ഡ എന്ന ഭഗവതിയും രണ്ടാമത്തെ കൽപ്പത്തിൽ ഭദ്രകാളിയും മൂന്നാമത്തെ കൽപ്പത്തിൽ മഹിഷാസുരമർദ്ദിനിയായ ദുർഗാ ഭഗവതിയും ആണ് വധിച്ചത് എന്ന് പറയുന്നു. ഇതിൽ രണ്ടാമത്തെ കൽപ്പത്തിൽ മഹിഷാസുരനെ വധിച്ച ഭദ്രകാളി. വടക്കൻ കേരളങ്ങളിൽ മാന്ത്രിക വിഷയങ്ങൾ ചെയ്യുന്നത് ഈ ഭഗവതിയുടെ ധ്യാനവും പദ്ധതിയും കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തത് രാവണവധത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ വാഴുന്ന കാലം. ആ സമയത്ത് ത്രിലോകീപുരത്തെ സഹസ്രമുഖ രാവണന്റെ ഉപദ്രവം ഉണ്ടായതായി പറയപ്പെടുന്നു. മഹർഷിമാർ ശ്രീരാമചന്ദ്രനെ സങ്കടം ഉണർത്തിച്ചു. ഇതേ സമയത്ത് തന്നെ സഹസ്രമുഖ രാവണന്റെ ഇളയ മകനായിട്ടുള്ള ചന്ദ്രഗുപ്തൻ സുഗ്രീവന്റെ മകളെയും വിഭീഷണന്റെ പുത്രവധുവിനെയും തട്ടിക്കൊണ്ടുപോയി. ശ്രീരാമൻ സൈന്യസമേതം ത്രിലോകീപുരത്ത് പോവുകയും സഹസ്രമുഖ രാവണനുമായിട്ട് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ സഹസ്രമുഖ രാവണനെ വധിക്കാൻ പറ്റാതെ വരികയും ചെയ്തു. അതിന് കാരണം അദ്ദേഹം ബ്രഹ്മാവിൽ നിന്നൊരു സ്ത്രീയാൽ മാത്രം വധിക്കപ്പെടൂ എന്ന ഒരു വരം വാങ്ങിയിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവസാനം സീതാദേവി ഭദ്രകാളി രൂപം പൂണ്ട് സഹസ്രമുഖ രാവണനെ വധിച്ചു എന്നാണ് കഥ. സീതാദേവിയുടെ ഈ ഭദ്രകാളി സ്വരൂപത്തെ സ്തുതിച്ചുകൊണ്ട്
ഹനുമാൻ സ്വാമി എഴുതിയ ഒരു ഭദ്രകാളി സ്തുതിയും പ്രചാരത്തിലുണ്ട്. അടുത്തത് രുചിത്ത് വിധാനത്തിൽ പറയുന്ന ഭദ്രകാളി സങ്കല്പം. ഇതിൻ്റെ പൂജാവിധികളും ക്ഷേത്ര ക്രിയാപദ്ധതിയും ഒക്കെ പറയുന്നത് ശേഷസമുച്ചയം എന്ന ഗ്രന്ഥത്തിലാണ്. ശരിക്കും ഭഗവതി രുചിത്ത് വിധാനത്തിൽ പറയുന്ന ഭഗവതി ശിവന്റെ പുത്രി എന്ന സങ്കല്പത്തിലല്ല. ശംഭുസ്ഥ ശശകണ്ഠ ലക്ഷ്മവിലാസത് കോടീര ചൂടോജ്വല വിഭ്രാണാകാര പങ്കജ ഗുണശ്രീണി ശൂലം കപാലം തഥ ഉണ്ടസ്രവരമണ്ഡിത ഹൃദയന രക്താംഗരാകാംശുക സർവാലങ്കാരണോജ്വല ശിതിനിപ നാപാതു നിത്യം ശിവ. ശിവ എന്ന ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഭഗവതി ഭഗവാന്റെ പത്നിയാണ് എന്നുള്ളത്. എന്ന അസുരനെ വധിക്കാനായിട്ട് ജനിച്ച ഭഗവതി. ജിയോഗ്രഫിക്കലി തന്ത്രശാസ്ത്രത്തെ 4 തിരിക്കും. ഒന്നാമത്തത് കാശ്മീരി തന്ത്രം, രണ്ടാമത്തേത് ടിബറ്റൻ തന്ത്രം, മൂന്നാമത്തേത് ബംഗാളി തന്ത്ര, നാലാമത്തേത് കേരള തന്ത്ര. അതിൽ കാശ്മീരി ശൈവ തന്ത്രത്തിൽ ത്രിശൂലാബ്ജ മണ്ഡലം എന്ന മണ്ഡലത്തിൽ പൂജിക്കുന്ന കാലസംഘർഷിണി എന്ന ഭഗവതി ഇത് തന്നെയാണ്. ചണ്ഡകപാലിനിയായിട്ട് പൂജിക്കുന്ന ഭഗവതിയും ഇത് തന്നെയാണ്. പൊതുവിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഭഗവതി ശിവൻ്റെ പുത്രിയാണെന്നുള്ളത്. അല്ല എന്നുള്ളതാണ് പണ്ഡിതരെല്ലാം പറയുന്നത്. ഈ മുകളിൽ പറഞ്ഞതും ഈ ദേവതകളുടെയും എല്ലാം ഉപാസനാ പദ്ധതി തന്ത്രശാസ്ത്രത്തിൽ വേറെ വേറെയാണ്. കാളീ മേഘ സമപ്രഭാം ത്രിനേനാം വേതാള കണ്ഠസ്ഥിത എന്ന് തുടങ്ങുന്ന ധ്യാനത്തിൽ പറയുന്ന ദാരികജിത്തിൻ്റെ വിധാനമല്ല രുചിത്തിന്. വളരെ വ്യത്യസ്തമാണ് ഇതിൻ്റെ എല്ലാം പദ്ധതികൾ. ഇതൊക്കെ ഗുരുപദേശമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. കൊടുങ്ങല്ലൂർ, തിരുമാന്താംകുന്ന്, മുത്തൂറ്റ് തുടങ്ങി 13 കാവുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ഈ ഭഗവതിയെയാണ്. ചുരുക്കത്തിൽ ഭദ്രകാളി സങ്കല്പങ്ങൾ എൻ്റെ അറിവിലുള്ളതാണ് ഈ പറഞ്ഞത്. ശാസ്ത്രങ്ങളിൽ ഇനിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങൾ ഭദ്രകാളിയെക്കുറിച്ചുണ്ടാവും. അവിടേക്കെല്ലാം നിങ്ങൾക്ക് അന്വേഷിച്ചെത്താൻ കൂട്ടത്തിൽ ഒരു ചെറിയ വാതിൽ തുറന്നിടുക എന്നുള്ളതാണ് എൻ്റെ ഈ സെക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.